അവസരത്തെ ചിലർ ആക്ഷേപിക്കുന്നത് എന്താണ്, അത് അനുഗ്രഹമുള്ള സ്ഥലത്തെല്ലാം ആൾക്കാർ ഓടിക്കൂടുമെന്ന്. നിങ്ങൾക്കറിയാമല്ലോ, 2004 ഡിസംബർ 7-ാം തീയതി സമയഘടികാരം നെഞ്ചിൽ ചേർത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം 10 കൊല്ലം നമ്മളത് പ്രാർത്ഥിച്ചു. കാരണം അതിനകത്ത് അപ്പോൾ അന്നൊക്കെ എൻ്റെ മനസ്സിൽ പറഞ്ഞു, നീ ഇപ്പോൾ ഉടനെ ഇത് ചാടിക്കയറി പറഞ്ഞാൽ അപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഒരു ആപത്തുണ്ടാകുമെന്നൊരു സൂചന ഉണ്ട്. അത് ശരിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞിട്ട് പോലും അത് പ്രൊക്ലെയിം ചെയ്യാനുള്ള സമയമായി. മാതാവ് വാടിപ്പെട്ടി വെച്ച് എന്നെ നിർബന്ധിച്ചാണ് പ്രൊക്ലെയിം ചെയ്യാൻ വേണ്ടി. പ്രൊക്ലെയിം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മാതാവ് 6 മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി തന്നത്. ഉടമ്പടി തരികയിലല്ല ചെയ്തത്, ഉടമ്പടി തന്നെന്നും പറഞ്ഞുകൊണ്ട് ഈ അടയാളമൊന്നും ഉണ്ടാകണം ഒരു നിർബന്ധമില്ല. നീ ഇപ്പോൾ വായിച്ചു കേട്ട പോലെ കർത്താവ് അവരോട് പ്രവർത്തിച്ചു, അതാണ് വിഷയം. കർത്താവ് കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് അടയാളങ്ങൾ വരണത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു അടയാളം കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം കർത്താവ് കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നതിൻ്റെ അർത്ഥം. കർത്താവ് കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ കൃപയോട് നമ്മുടെ കാരുണ്യ പ്രവൃത്തിയും അതുപോലെ തന്നെ പേഴ്സ പ്രവർത്തനങ്ങളും ഒരു കർത്താവ് തരുന്ന അനുഗ്രഹത്തിന് കൂലിയായിട്ടല്ല കൊടുക്കേണ്ടത്, മറിച്ച് അവൻ നേടിയെടുത്ത കൃപയോടുള്ള നമ്മുടെ സഹകരണമായിട്ട് കൊടുക്കണം.